മൈക്രോസോഫ്റ്റ് എക്സൽ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസിലൊന്നാണ് ഗൂഗിൾ ഷീറ്റ്സ്. ടൂളുകളുടെയും ഫീച്ചേഴ്സിൻ്റെയും എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ്സിൽ നിന്നും ഒരുപാട് മുന്നിലാണ് എക്സലെങ്കിലും എക്സലിലില്ലാത്ത ചില ഗംഭീര ഫീച്ചേഴ്സ് ഗൂഗിൾ ഷീറ്റ്സിലുണ്ട്. അത്തരം 10 ഫീച്ചേഴ്സ് അഥവാ 10 ടൂളുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി പറയുന്നവയാണ് ആ 10 ഫീച്ചേഴ്സ്. ഒന്ന്, സ്പ്ലിറ്റ് ഫംഗ്ഷൻ. ഡേറ്റയെ നമ്മൾ പറയുന്ന ഒന്നോ ഒന്നിലധികമോ സെപ്പറേറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ അഥവാ സ്പ്ലിറ്റ് ചെയ്യാനാണ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ. 2, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ. വാക്കുകളെ അല്ലെങ്കിൽ വാചകങ്ങളെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ. 3, ഇമേജ് ഫംഗ്ഷൻ. പിക്ചേഴ്സിനെ അവയുടെ URL ഉപയോഗിച്ചുകൊണ്ട് അഥവാ വെബ് അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക്ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇമേജ് ഫംഗ്ഷൻ. ഇമേജ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് QR കോഡുകളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 4, ഡേറ്റ് അഥവാ തീയതിയെ വളരെ പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മിനി കാലണ്ടർ ആൻഡ് ഡേറ്റ് പിക്കർ. 5, സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. 6, പിക്ചർ ലുക്കപ്പ്. എക്സലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗൂഗിൾ ഷീറ്റ്സിലെ VLOOKUP ഫോമിലേക്ക് ടെക്സ്റ്റിനെയും നമ്പറിനെയും മാത്രമല്ല പിക്ചേഴ്സിനെയും ലുക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോഴേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. 7, വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് ഡേറ്റയെ ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന അഥവാ എക്സ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇമ്പോർട്ട് HTML ആൻഡ് ഇമ്പോർട്ട് XML ഫങ്ഷൻസ്. 8, സെർച്ച് ആൻഡ് റീപ്ലേസ് യൂസിങ് റെജെക്ട്സ്. വളരെ വലിയ ഡേറ്റാ സെറ്റുകളിൽ നിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പാറ്റേണിലുള്ള ഡേറ്റ വളരെ പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താനും റീപ്ലേസ് ചെയ്യാനും സഹായിക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ അഥവാ റെജെക്ട്സ്. 9, ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് ചെയ്യപ്പെടുന്ന പിവറ്റ് ടേബിൾസ്. 10, നമ്മുടെ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റയെ ഒരു ലൈവ് വെബ് പേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന പബ്ലിഷ് ടു ദ വെബ് എന്ന ഓപ്ഷൻ. ഇനി വളരെ പെട്ടെന്ന് ഗൂഗിൾ ഷീറ്റ്സിലെ ഈ പറഞ്ഞ 10 ഫീച്ചേഴ്സും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. സ്പ്ലിറ്റ് ഫംഗ്ഷൻ. ഡേറ്റയെ നമ്മൾ പറയുന്നൊരു ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ അതായത് വേർതിരിക്കാനായിട്ടാണ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ സെല്ലിലുള്ള ഡേറ്റ നോക്കുക. ഇവിടെ 5 വാക്കുകൾ ഇടയിലൊരു കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. ഈ 5 വാക്കുകളെ 5 സെല്ലുകളിലേക്ക് കിട്ടാനായിട്ട് ഈക്വൽ സ്പ്ലിറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. ഇനി ഈ വാക്കുകൾക്കിടയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെപ്പറേറ്റർ അതായത് ഡീലിമിറ്റർ ഇവിടെ ഡബിൾ കോട്ട്സിനുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോമയാണ് ഇവിടുത്തെ ഡീലിമിറ്റർ. ഡബിൾ കോട്ട്സ് കോമ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഇവിടെയുള്ള 5 വാക്കുകൾ 5 സെല്ലുകളിലേക്ക് വന്നാൽ കാണാം. ഇനി മറ്റൊരു വാക്കുകൂടെ ഞാൻ എൻ്റർ ചെയ്യുന്നു, കോമ കിറ്റ് ക്യാറ്റ്, എൻ്റർ. നോക്കുക, 6ാമത്തെ വാക്ക് 6ാമത്തെ സെല്ലിലേക്ക് വന്നു. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒന്നിൽ കൂടുതൽ ഡീലിമിറ്റേഴ്സ് സ്പ്ലിറ്റ് ഫംഗ്ഷനുള്ളിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാക്കുകൾക്കിടയിൽ കോമ, ഹൈഫൻ, ഫോർവേഡ് സ്ലാഷ്, സ്പേസ് ഇങ്ങനെയുള്ള ഡീലിമിറ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഈ ഡീലിമിറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ സ്പ്ലിറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡീലിമിറ്റേഴ്സ് ഡബിൾ കോട്ട്സിനുള്ളിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡബിൾ കോട്ട്സ് കോമ ഹൈഫൻ ഫോർവേഡ് സ്ലാഷ് സ്പേസ് ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ. വാക്കുകളെ അല്ലെങ്കിൽ വാചകങ്ങളെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഹലോ എന്ന ഇംഗ്ലീഷ് വാക്കിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ. 2ാമത്തെ ആർഗ്യുമെൻറ്റ് സോഴ്സ് ലാംഗ്വേജ്. ഈ വാക്ക് ഇപ്പോൾ ഉള്ളത് ഏത് ലാംഗ്വേജിലാണോ ആ ലാംഗ്വേജിൻ്റെ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ വാക്കുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കോഡ് EN ആണ്. ഡബിൾ കോട്ട്സ് EN ഡബിൾ കോട്ട്സ് കോമ. 3ാമത്തെ ആർഗ്യുമെൻറ്റ് ടാർഗറ്റ് ലാംഗ്വേജ്. ഈ വാക്കിനെ ഏത് ലാംഗ്വേജിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ലാംഗ്വേജിൻ്റെ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ വാക്കിനെ നമുക്ക് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. മലയാള ഭാഷയുടെ കോഡ് ML ആണ്. ഡബിൾ കോട്ട്സ് ML ഡബിൾ കോട്ട്സ്, എൻ്റർ.
നോക്കുക, ഹലോ എന്ന ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ കിട്ടി. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇവിടെയുള്ള വാക്കുകളും വാചകങ്ങളും മലയാളത്തിൽ കിട്ടി. ഇനി ഇവയെ ഹിന്ദി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഈക്വൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ, സോഴ്സ് ലാംഗ്വേജിൻ്റെ കോഡ് ഡബിൾ കോഡ്സ് EN ഡബിൾ കോഡ്സ്, കോമ, ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ കോഡ് ഹിന്ദി ഭാഷയുടെ കോഡ് HI ആണ്, ഡബിൾ കോഡ്സ് HI ഡബിൾ കോഡ്സ്, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഭാഷകളുടെ ലിസ്റ്റ് കിട്ടാനായിട്ട് ഈ ലിങ്ക് ഉപയോഗിക്കുക. നോക്കുക, സ്പാനിഷ് ഭാഷയുടെ കോഡ് ES ആണ്. ഈ വാക്കുകളെയും വാചകങ്ങളെയും സ്പാനിഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈക്വൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, കോമ, ഡബിൾ കോഡ്സ് EN ഡബിൾ കോഡ്സ്, കോമ, ഡബിൾ കോഡ്സ് ES ഡബിൾ കോഡ്സ്, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യാം. ഗുഡ് നൈറ്റ്. ഈ വാക്കിനെ ഈ 3 ഭാഷകളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഈ സെല്ലുകളിലെ ഫോർമുലകൾ താഴെ കോപ്പി ചെയ്യുക. ഇമേജ് ഫംഗ്ഷൻ പിക്ചേഴ്സിനെ അവയുടെ URL ഉപയോഗിച്ചുകൊണ്ട്, അതായത് വെബ് അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് ഇമേജ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് QR കോഡും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം ഒരു വിക്കിപീഡിയ പേജിലുള്ള ഒരു പിക്ചറിനെ ഗൂഗിൾ ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലാലേട്ടൻ്റെ വിക്കിപീഡിയ പേജിലുള്ള ഈ പിക്ചർ ഗൂഗിൾ ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, കോപ്പി ഇമേജ് അഡ്രസ്, ഈ വരിയുടെ ഹൈറ്റ് ഒന്ന് ഞാൻ കൂട്ടുകയാണ്. ഇനി ഈ സെല്ലിൽ ഈക്വൽ ഇമേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോഡ്സ്, നമ്മൾ കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഡബിൾ കോഡ്സ്, എൻ്റർ. നോക്കുക, വിക്കിപീഡിയ പേജിലുള്ള പിക്ചർ ഈ സെല്ലിലേക്ക് കിട്ടി. ഇനി ഈ സെല്ലിലെ പിക്ചറിനെ നമുക്കിവിടെയുള്ള ഏതൊരു സെല്ലിലേക്കും ഫോർമുല ഉപയോഗിച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഈക്വൽ, ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. ഒന്നുകൂടെ നോക്കാം. റൈറ്റ് ക്ലിക്ക്, കോപ്പി ഇമേജ് അഡ്രസ്, ഈക്വൽ ഇമേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോഡ്സ്, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്, ഡബിൾ കോഡ്സ്, എൻ്റർ. ഇനി ഇമേജ് ഫംഗ്ഷൻ ഉപയോഗിച്ച് QR കോഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന വെബ് അഡ്രസ്സിൻ്റെ QR കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഇനി ഈ സെല്ലിൽ ഈക്വൽ ഇമേജ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ആംപേഴ്സാൻഡ്. ഇനി ഏത് വെബ് അഡ്രസ്സിൻ്റെ QR കോഡാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ഇവിടെയുള്ള ലിങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള QR കോഡ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഞാൻ ഈ QR കോഡ് സെൽ ഫോൺ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുന്നു. നോക്കുക, excelencat.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യപ്പെട്ടു. മിനി കാലണ്ടർ ആൻഡ് ഡേറ്റ് പിക്കർ. ഗൂഗിൾ ഷീറ്റ്സിൽ ഡേറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് തീയതികൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു മിനി കാലണ്ടർ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഈ കാലണ്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ്. അടുത്ത മാസത്തിലേക്ക് പോകാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി തീയതി ഇല്ലാത്തൊരു സെല്ലിൽ വളരെ പെട്ടെന്ന് കാലണ്ടർ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്യുക, കൺട്രോൾ സെമിക്കോളൻ. നോക്കുക, ഈ സെല്ലിലേക്ക് കറൻറ്റ് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു.
ഇനി ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കാലണ്ടറിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. സെർച്ചബിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഡേറ്റ വാലിഡേഷൻ ഉപയോഗിച്ച് എക്സലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും ഗൂഗിൾ ഷീറ്റ്സിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും തമ്മിൽ പ്രധാനമായിട്ടും 2 വ്യത്യാസങ്ങളാണുള്ളത്. ഒന്ന്, ഗൂഗിൾ ഷീറ്റ്സിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെർച്ചബിൾ ആണ്. 2, ഗൂഗിൾ ഷീറ്റ്സിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സോഴ്സ് ഡേറ്റയിലെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെയും ബ്ലാങ്ക് സെല്ലുകളെയും ഇഗ്നോർ ചെയ്യും. സോ ഗൂഗിൾ ഷീറ്റ്സിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനിയിലെ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇവിടെ 4ാമത്തെ കോളത്തിൽ വിവിധ ഡെസിഗ്നേഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ കോളത്തിലെ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഡെസിഗ്നേഷൻസിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഈ സെല്ലിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റ വാലിഡേഷൻ. ഇനി ക്രൈറ്റീരിയ എന്ന ലേബലിന് നേരെയുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡെസിഗ്നേഷൻസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ബ്ലാങ്ക് സെല്ലുകളോട് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, റിജക്റ്റ് ഇൻപുട്ട്, സേവ്. ഇനി ഈ സെല്ലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിഗ്നേഷൻസിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ കോളത്തിൽ ഒരേ ഡെസിഗ്നേഷൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ആ വാല്യൂ ഒരൊറ്റ തവണ മാത്രമേ കാണൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെർച്ചബിൾ ആണ്. അതായത് ഞാനിവിടെ എഞ്ചിനീയർ എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ എഞ്ചിനീയർ എന്ന വാക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്ഷൻസ് മാത്രമാകും ഇവിടെ കാണിക്കുക. അക്കൗണ്ടൻറ്റ്, ജൂനിയർ, അതുപോലെ തന്നെ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബ്ലാങ്ക് സെല്ലുകളെ ഇഗ്നോർ ചെയ്ത് കാണാം. പക്ഷേ ഇവിടെയുള്ള ഈ ബ്ലാങ്ക് സെല്ലിൽ ഞാൻ പുതിയതായിട്ട് ഡേറ്റ എൻറ്റർ ചെയ്താൽ ആ ഓപ്ഷൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വന്ന് കാണാം. പിക്ചർ ലുക്കപ്പ്. എക്സലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗൂഗിൾ ഷീറ്റ്സിൽ വി ലുക്കപ്പ് ഫോമുല ഉപയോഗിച്ചുകൊണ്ട് പിക്ചേഴ്സിന് ലുക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ നോക്കുക. ഇവിടെ കുറച്ച് മാർവൽ സൂപ്പർ ഹീറോസിൻ്റെ പേരുകളും പിക്ചേഴ്സും കാണാം. ഇനി 2ാമത്തെ ഷീറ്റിൽ നോക്കിയാൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന സൂപ്പർ ഹീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചർ ഈ ടേബിളിൽ നിന്ന് ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈക്വൽ വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വി ലുക്കപ്പ് ഫംഗ്ഷനുള്ളിലെ 1ാമത്തെ ആർഗ്യുമെൻ്റ് സെർച്ച് കീ, സൂപ്പർ ഹീറോയുടെ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ 2ാമത്തെ ആർഗ്യുമെൻ്റ് റേഞ്ച്, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ടേബിൾ സെലക്ട് ചെയ്യുക, കോമ 3ാമത്തെ ആർഗ്യുമെൻ്റ് ഇൻഡെക്സ്. ഈ ടേബിളിലെ എത്രാമത്തെ കോളത്തിൽ നിന്നാണോ ഡേറ്റ റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ ഇൻഡെക്സ് നമ്പർ സ്പെസിഫൈ ചെയ്യുക. ഇവിടെ പിക്ചർ ഉള്ളത് 2ാമത്തെ കോളത്തിലാണ്. 2, കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഹൾക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചർ ഇവിടെ വന്നു. ക്യാപ്റ്റൻ അമേരിക്ക, അയൺമാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഗൂഗിൾ ഷീറ്റ്സിൽ ഒരു സെല്ലിലേക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്യുക, ശേഷം പിക്ചറിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും പിക്ചറിന് മുകളിലുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, പുട്ട് ഇമേജ് ഇൻ ദ സെലക്റ്റഡ് സെൽ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലേക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് കാണാം. ഈ രീതിയിൽ സെല്ലുകളിലേക്ക് ഇൻസേർട്ട് ചെയ്ത പിക്ചേഴ്സിന് മാത്രമാണ് ഫോർമുലകളിൽ ഉപയോഗിക്കാൻ സാധിക്കുക. ഇമ്പോർട്ട് HTML ആൻഡ് ഇമ്പോർട്ട് XML ഫങ്ഷൻസ്. എക്സലിലെ പവർ ക്വറി എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ വെബ്സൈറ്റുകളിൽ നിന്ന് ഡേറ്റ നമുക്ക് എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അറ്റ് പ്രസൻറ്റ് പവർ ക്വറി ടേബിൾ ഫോമിലുള്ള ഡേറ്റ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഗൂഗിൾ ഷീറ്റ്സിൽ ടേബിൾ ഫോമിലും അല്ലാതെയുമുള്ള ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ആദ്യം ഒരു വെബ്സൈറ്റിൽ നിന്ന് ടേബിൾ ഫോമാറ്റിലുള്ള ഡേറ്റ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി
നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ 50 കമ്പനികളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഈ വിക്കിപീഡിയ പേജിലുള്ള ഈ ഒരു ടേബിളിനെ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഈ പേജിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഗൂഗിൾ ഷീറ്റ്സിൽ വരിക, ഈക്വൽ ഇമ്പോർട്ട് HTML ഡബിൾ കോട്ട്സ്, കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഡബിൾ കോട്ട്സ്, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ക്വറി. ഈ പേജിൽ നിന്ന് ടേബിൾ ഫോമാറ്റിലുള്ള ഡേറ്റയാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ്, ടേബിൾ, ഡബിൾ കോട്ട്സ്, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഇൻഡെക്സ്, അതായത് ടേബിളിൻ്റെ നമ്പർ. ഈ പേജിലെ ഒന്നാമത്തെ ടേബിളാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ 1 എന്ന വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, നമ്മളിപ്പോൾ കണ്ട വിക്കിപീഡിയ പേജിലെ ടേബിൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി ടേബിൾ ഫോമിൽ അല്ലാതെയുള്ള ഡേറ്റ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിന്നൽ മുരളി വിക്കി. നോക്കുക, മിന്നൽ മുരളി എന്ന ടോമിനോ തോമസിൻ്റെ പുതിയ സിനിമയുടെ വിക്കിപീഡിയ പേജാണ് ഈ കാണുന്നത്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ച ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് കാണാം. ഇനി ഈ കാണുന്ന ഡേറ്റ ഗൂഗിൾ ഷീറ്റ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ ഡേറ്റ ടേബിൾ ഫോമാറ്റിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെ നോക്കാം. ആദ്യം ഈ പേജിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഈക്വൽ ഇമ്പോർട്ട് XML. നോക്കുക, നേരത്തെ നമ്മൾ ഇമ്പോർട്ട് HTML ആണ് ഉപയോഗിച്ചത്, ഇത്തവണ ഇമ്പോർട്ട് XML ഡബിൾ കോട്ട്സ്, കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഡബിൾ കോട്ട്സ്, കോമ, വീണ്ടും പേജിൽ വരിക. ഈ ലിസ്റ്റിന് തൊട്ട് മുകളിൽ കാണുന്ന കാസ്റ്റ് എന്ന ടൈറ്റിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഇൻസ്പെക്ട്. ഇവിടെ കാസ്റ്റ് എന്ന എലമെൻറ്റിന് താഴെ നോക്കിക്കഴിഞ്ഞാൽ UL എന്നൊരു എലമെൻറ്റ് കാണാം. അൺഓർഡേഡ് ലിസ്റ്റിനെയാണ് UL സൂചിപ്പിക്കുന്നത്. നോക്കുക, ULന് മുകളിലേക്ക് പോയിൻ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. സോ ഈ ലിസ്റ്റാണ് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക്, കോപ്പി, കോപ്പി ഫുൾ എക്സ് പാത്ത്, ഗൂഗിൾ ഷീറ്റ്സിൽ വരിക, ഡബിൾ കോട്ട്സ്, കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കിട്ടി. പക്ഷേ ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത് കോളങ്ങളിലാണ്. ഈ ലിസ്റ്റ് വരികളിൽ കിട്ടാനായിട്ട്, അതായത് റോസിൽ കിട്ടാനായിട്ട് ഈ ഫോമിലേക്ക് മുന്നിൽ ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇങ്ങനെ ഇമ്പോർട്ട് HTML അല്ലെങ്കിൽ ഇമ്പോർട്ട് XML ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ഡേറ്റ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സെർച്ച് ആൻഡ് റീപ്ലേസ് വിത്ത് റെജെക്ട്സ്. കമ്പ്യൂട്ടർ സയൻസിൽ ഒരു സെർച്ച് പാറ്റേണിനെ സ്പെസിഫൈ ചെയ്യുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് റെഗുലർ എക്സ്പ്രഷൻ അഥവാ റെജെക്ട്സ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഷീറ്റ്സിലെ റെജെക്ട്സ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന പേരുകളിൽ നിന്ന് മിഡിൽ നെയിംസ് മാത്രമായിട്ട് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, Ctrl H. നോക്കുക, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. സെർച്ച് യൂസിങ് റെഗുലർ എക്സ്പ്രഷൻസ് എന്ന ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. ഇനി ഫൈൻഡ് എന്ന ലേബലിന് നേരെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ കണ്ടെത്തേണ്ടുന്ന പാറ്റേൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ പാരാൻസിസ് ഡോട്ട് പ്ലസ് ക്ലോസ് പാരാൻസിസ് സ്പേസ് ഡോട്ട് പ്ലസ് സ്പേസ് ഓപ്പൺ പാരാൻസിസ് ഡോട്ട് പ്ലസ് ക്ലോസ് പാരാൻസിസ്. ഇനി റീപ്ലേസ് ചെയ്യേണ്ടുന്ന പാറ്റേൺ &1 സ്പേസ് &2. റീപ്ലേസ് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് ഫൈൻഡ് ഓപ്ഷൻ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു.
നോക്കുക, ഈ പേരുകളിൽ മിഡിൽ നെയിമുള്ള ആദ്യത്തെ പേരിലേക്ക് കൺട്രോൾ വന്നു. വീണ്ടും ഫൈൻഡ്, മിഡിൽ നെയിമുള്ള രണ്ടാമത്തെ പേര്, ഫൈൻഡ്, മൂന്നാമത്തെ പേര്, വീണ്ടും ഫൈൻഡ്, നാലാമത്തെ പേര്. റീപ്ലേസ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേരുകളിലെ മിഡിൽ നെയിംസ് റിമൂവ് ചെയ്യപ്പെട്ടത് കാണാം. റീപ്ലേസ്ഡ് ഫോർ ഇൻസ്റ്റൻസസ്. റെഗുലർ എക്സ്പ്രഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഗൂഗിൾ ഷീറ്റ്സിൻ്റെ ഹെൽപ്പ് ഉപയോഗിക്കുക. പിവറ്റ് ടേബിൾ ഓട്ടോമാറ്റിക് റിഫ്രഷ്. എക്സലിൽ പിവറ്റ് ടേബിൾ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, സോഴ്സ് ഡേറ്റയിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പിവറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ പിവറ്റ് ടേബിളിനെ റിഫ്രഷ് ചെയ്യണം. പക്ഷേ ഗൂഗിൾ ഷീറ്റ്സിൽ അതിൻ്റെ ആവശ്യമില്ല. ഗൂഗിൾ ഷീറ്റ്സിലെ പിവറ്റ് ടേബിൾസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഈ വർക്ക്ഷീറ്റിലെ ഈ 2 പിവറ്റ് ടേബിൾസ് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ഡേറ്റയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത പിവറ്റ് ടേബിൾസാണിത്. ഇനി ഈ ഡേറ്റയിൽ ഞാൻ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ പിവറ്റ് ടേബിൾസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളാം. മാസ് എന്ന പ്രോഡക്റ്റ്, പീറ്റർ എന്ന സെയിൽസ് റെപ്പ്. ഈ കാണുന്ന റെക്കോർഡാണ് ഞാൻ മോഡിഫൈ ചെയ്യുന്നത്. യൂണിറ്റ്സ് 600 ആക്കുന്നു. നോക്കുക, അതിനനുസരിച്ച് പിവറ്റ് ടേബിൾസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി പുതിയൊരു സെയിൽസ് റെപ്പിൻ്റെ പേര് ആഡ് ചെയ്യുന്നു, ഹന്ന. നോക്കുക, വീണ്ടും പിവറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി പുതിയൊരു പ്രോഡക്റ്റ്, കിറ്റ്കാറ്റ്. നോക്കുക, വീണ്ടും പിവറ്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. പബ്ലിഷ് ടു ദ വെബ്. ഗൂഗിൾ ഷീറ്റ്സിലുള്ള ഡേറ്റ ഒരു ലൈവ് വെബ് പേജായിട്ട്, അതായത് മറ്റുള്ളവർക്ക് കാണാനും കോപ്പി ചെയ്യാനും മാത്രം സാധിക്കുന്ന തരത്തിലുള്ള ഒരു ലൈവ് വെബ് പേജായിട്ട് വളരെ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ വർക്ക്ഷീറ്റിനെ ഒരു ലൈവ് വെബ് പേജായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഫയൽ, പബ്ലിഷ് ടു ദ വെബ്. ഈ വർക്ക് ബുക്കിലുള്ള എല്ലാ വർക്ക്ഷീറ്റുകളെയും പബ്ലിഷ് ചെയ്യണമെങ്കിൽ എൻറ്റയർ ഡോക്യുമെൻറ്റ്. ഇനി അതല്ല, ഒരു പർട്ടിക്കുലർ വർക്ക്ഷീറ്റിനെ മാത്രം പബ്ലിഷ് ചെയ്താലും മതിയെങ്കിൽ ആ വർക്ക്ഷീറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പബ്ലിഷ്. ഓക്കെ. നോക്കുക, ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഈ ലിങ്ക് കോപ്പി ചെയ്യാനായിട്ട് Ctrl+C. ഞാൻ പുതിയൊരു ഇൻകോഗ്നിറ്റോ വിൻഡോ ഓപ്പൺ ചെയ്യാണ്. കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എൻ്റർ. നോക്കുക, നമ്മൾ പബ്ലിഷ് ചെയ്ത വർക്ക്ഷീറ്റാണ് ഈ കാണുന്നത്. ഇനി ഈ വർക്ക്ഷീറ്റിലെ ഒരു വാല്യൂ ഞാൻ മോഡിഫൈ ചെയ്യുന്നു, 1500. എൻ്റർ. നമ്മൾ വർക്ക്ഷീറ്റിൽ വരുത്തിയ മോഡിഫിക്കേഷൻ ഈ വെബ് പേജിൽ കാണണമെങ്കിൽ പേജിനെ റീലോഡ് ചെയ്യാം. നമ്മൾ ഈ കണ്ട ഫീച്ചേഴ്സ് എക്സലിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇന്നീ ദിവസം വരേക്കും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റ് ടീം എക്സലിനുണ്ട്. അവർ ഈ പറഞ്ഞ പല ഫീച്ചേഴ്സും എക്സലിലേക്ക് കൊണ്ടുവരാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ഈ പറഞ്ഞ പല ഫീച്ചേഴ്സും നമുക്ക് എക്സലിൽ കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.